ലോക പ്രമേഹ ദിനാചരണത്തോടനുബന്ധിച്ച് റാഗ് ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച ഡയബറ്റിസ് ചലഞ്ചിൽ പുരുഷ വനിതാ വിഭാഗത്തിൽ ഭാരതീയരായ മത്സരാർത്ഥികൾ ഒന്നാമതെത്തി. പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി റാസൽ ഖൈമ ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച് നടത്തിയ ചലഞ്ചിൽ വിവിധ എമിറേറ്റുകളിൽ നിന്നായി 100 കണക്കിന് പേർ പങ്കെടുത്തു. റാസൽ ഖൈമ ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച് റാഗ് ഹോസ്പിറ്റൽ നടത്തിയ 4ാമത് ഡയബറ്റീസ് ചലഞ്ചിൽ 5500 പേരാണ് പങ്കാളികളായത്. 12 ആഴ്ച നീണ്ട ചലഞ്ചിൽ റാഗ് ഹോസ്പിറ്റൽ ടീമിന്റെ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പിന്തുടർന്ന് വിജയികളായവർക്ക് ക്യാഷ് പ്രൈസും 20,000 ദിർഹം വിലമതിക്കുന്ന ഉപഹാരങ്ങളും ആരോഗ്യ പരിശോധന വൗച്ചറുകളും ജിം അംഗത്വവും യാത്രാ റിവാർഡുകളും സമ്മാനിച്ചു. Doctors, nutritionists, physical therapists, and together they have worked on the participants which are growing, and we have 5,000 participants this year, and it has been proven by this team that without altering medication we are able to make this difference. പുരുഷ വനിതാ വിഭാഗത്തിൽ ഇന്ത്യൻ മത്സരാർത്ഥികളാണ് ഒന്നാമതെത്തിയത്. ഫിസിക്കൽ കാറ്റഗറിയിൽ പുരുഷന്മാരിൽ കാർത്തിക് അൻപഴകനും വനിതാ വിഭാഗത്തിൽ സൈദ ഹൂവ വീഗുവും ആദ്യ സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നതിലൂടെ പ്രമേഹത്തെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്നതായിരുന്നു ആഴ്ചകൾ നീണ്ട ഡയബറ്റീസ് ചലഞ്ചെന്ന് മത്സരത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. UAE നിവാസികളെ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ പ്രമേഹം നിയന്ത്രിക്കാനും ശാരീരിക സൗഖ്യം നേടാനും സഹായിക്കുന്ന ലക്ഷ്യത്തോടെയാണ് ചലഞ്ച് സംഘടിപ്പിച്ചത്. ജനം, ദുബായ്.